നന്ദിയുണ്ടേ. ഗൈസ് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 4. സോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു സ്റ്റാച്ചു ഉണ്ടാക്കി, പിന്നെ നമ്മളെന്താ ചെയ്തത്, പിന്നെ നമ്മളെന്തോന്നുകൂടി ചെയ്തു, നമ്മൾ പ്ലാൻ പറഞ്ഞു. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു നമ്മുടെ പ്ലാൻ പറഞ്ഞു, നമ്മുടെ ഫാക്ടറി കേവിനകത്ത് ഒരു സ്റ്റോൺ ഫാമും ഉണ്ടാക്കണം, പിന്നെ ഒരു ബെറ്റിംഗ് ഇടണം. സോ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കിയ ബിൽഡ് ഇതാണ്ട് ഇവിടെ, പിന്നെ നമ്മുടെ ചെറുക്കന് ഇതാണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ എന്തായാലും ഇതാണ്ട് ഇവിടെ നിരഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ മരവും വളർന്നു. ഇപ്പോൾ നമ്മൾ കറക്റ്റാക്കിയിട്ടുണ്ട്, സെറ്റാണ് ഇപ്പോൾ എല്ലാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ക്യാമറയിൽ അധികം ഒന്ന് വർക്ക് ചെയ്തത് ഇവിടെയല്ല, ഞാൻ കാണിച്ചു തരാം. ഇവിടെ പിന്നെ ഞാൻ കുറച്ചും കൂടിയും പശുവിനെ നമ്മൾ ബ്രീഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഓഫ് ക്യാമറയിൽ മെയിനായിട്ടും വർക്ക് ചെയ്തത് നമ്മുടെ ഫാക്ടറി കേവിനകത്താണ്. നമ്മുടെ ഫാക്ടറി കേവിൽ അവിടേക്ക് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ ആ പ്ലാനൊക്കെ ഒന്ന് കറക്റ്റാക്കണം. എന്താണ്ട് ഇവിടെ ഗൈസ്. ഓക്കെ, താഴോട്ട്. ഓക്കെ, ഇതാണ് ഓഫ് ക്യാമറയിൽ വർക്ക് ചെയ്ത് ദാണ്ട് ഇവിടെയാണ്. ദാണ്ട് ഇവിടെ ഒരു മൈനിങ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെ നിന്ന് താഴോട്ട് അങ്ങനെ ഒരു മൈനിങ് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡീറ്റെയിലിംഗ് വരുത്താനുണ്ട്, നമുക്ക് വരുന്ന എപ്പിസോഡിൽ നമുക്ക് റെഡിയാക്കാം. പിന്നെ ദാണ്ട് ഇവിടെ കുറച്ച് ഏരിയ ഞാൻ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റോൺ ഫാം ഒരു ഏരിയ ആണ്. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഏരിയത്തെ ക്ലിയർ ചെയ്തിട്ട് പെട്ട് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കേവിനെ ടച്ച് ചെയ്യില്ലല്ലോ. നമ്മൾ തന്നെ ചെയ്തൊരു ബിൽഡായിട്ട് തോന്നുള്ളൂ. അങ്ങനെ ആരൊക്കെ പരന്ന് കേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നും അങ്ങനെ പോലെയൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പ് വേണം. സോ നമുക്ക് സ്റ്റോണിൻ്റെ നല്ല ആവശ്യമുണ്ട്, നമുക്ക് ഫ്യൂവൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ആവശ്യമുണ്ട്. കാരണം നമുക്ക് സ്റ്റോൺ വേണം. സ്റ്റോൺ ഇവിടെ വെച്ച് നമുക്ക് കറക്റ്റാക്കി എടുക്കാനുണ്ട്, ഏരിയ ലെവലൊക്കെ ആക്കി എടുക്കാനും ഒക്കെ ഉള്ളത് നമുക്ക് സ്റ്റോൺ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോൺ ഫാം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എന്തായാലും നമുക്ക് തുടങ്ങാം. നമുക്ക് ദാണ്ട് ഈ ചെസ്റ്റിലേക്ക് നമ്മുടെ ഐറ്റംസ് എല്ലാം നമുക്ക് അങ്ങോട്ട് എടുത്തേക്കാം. ഓക്കെ, നമ്മുടെ പൊട്ടാറ്റോ. ഓക്കെ, സോ നമുക്കുണ്ടാക്കാം. ഇവിടുന്ന് ഇങ്ങനെ അത് വേണ്ട, ഇങ്ങനെ വേണ്ട, നമുക്ക് പൊട്ടിക്കാം. ഞാൻ മറ്റേ പടക്കാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ സെറ്റായി. കേസ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ എന്താ താഴോട്ടൊന്നും കൂടി പോയി ഇങ്ങനെ താഴെ പോകും, അത് രസമല്ല. സോ ഞാനിവിടെ ഓഫ് ക്യാമറ കുറേ നേരം വർക്ക് ചെയ്യാറുണ്ട്. നമ്മളിനി ഇവിടേക്ക് നമ്മുടെ മെയിനായിട്ട് നമ്മളിനി പണി നടക്കാൻ പോകുന്നത് നമ്മുടെ ബേസിൻ്റെ അടുത്തേയും കൊണ്ട് നമുക്ക് അത്ര സീനില്ല. നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ബെഡൊക്കെ ഉണ്ട്, ഞാൻ റെഡി ആക്കിയതാണ്. അല്ലെങ്കിൽ ശരിയാവില്ല, നമുക്കിങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ പോകണം. സോ നമുക്ക് റെഡി ആക്കുന്നില്ല കേസ്. പിന്നെ ഞാൻ ടൈം ലാപ്സ് വെക്കുന്നില്ല കേസ്, നമുക്ക് ഈ ചെറിയൊരു ബിൽഡായത് കൊണ്ട് ഞാൻ എന്തായാലും ടൈം ലാപ്സ് വെക്കുന്നില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പഠിപ്പിക്കാനുള്ള ഒരു എപ്പിസോഡായിട്ട് നിങ്ങൾക്കിത് കാണാവുന്നതാണ്. നമ്മളിത് ചെറിയ ബിൽഡായത് കൊണ്ട് ഞാൻ ഇതിനൊരു ടൈം ലാപ്സ് കൊടുക്കുന്നില്ല. ഞാനിവിടെ ഒരു ഹോപ്പറും കൂടി അങ്ങോട്ട് നോക്കട്ടെ. ഓക്കെ, നമുക്കിനി ഇവിടെ കുറച്ചധികം വർക്ക് ഇനി കൂടുതലുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയ ഇനി ഉണ്ടാക്കണം, കുറേ ടൈം എടുത്ത് നമുക്ക് ഉണ്ടാക്കണം. കുറേ ബിൽഡ്സ് ഉണ്ട്, എല്ലാം നമുക്ക് റെഡിയാക്കണം. വാട്ടർ ഒന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, നമുക്ക് ഇനി കുറേ വർക്കുണ്ട് നമ്മുടെ ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ മാത്രം തന്നെ. പുറമേ ഉണ്ട്, നമുക്കെല്ലാം റെഡിയാക്കണം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അവസാനത്തെ കൂടി പെറ്റിനെ കണ്ടുപിടിക്കണം. നമുക്കൊരു പെറ്റിനെ വേണം. നമ്മളിതുവരെയായിട്ടൊരു പെറ്റിനെ റെഡിയാക്കിയിട്ടില്ല, അപ്പോൾ ഒരു പെറ്റിനും കൂടി വേണം. ഓക്കെ, നമുക്കൊരു നല്ല പെറ്റിനെ തന്നെ നമുക്ക് വേണം. മിക്കവാറും ഒരു പാരറ്റ് ആയിരിക്കും കേട്ടോ. കാരണം നമുക്കിവിടെ അടുത്ത് ജംഗിളുള്ളത് കൊണ്ട് നമുക്ക് പാരറ്റിനെ നമുക്ക് കിട്ടാൻ അത്ര പണിയില്ല. അപ്പോൾ എനിക്ക് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ജംഗിളിൻ്റെ ഡോഗ് എനിക്കറിയത്തില്ല, കൃത്യമായിട്ട് അറിയത്തില്ല. ഇവിടെ നമ്മുടെ ബ്രിക്ക് കഴിഞ്ഞു പോയി ഗേസ്, 2 കൂടി മതിയായിരുന്നു. ഓക്കെ, നമ്മുടെ ഇവിടുന്ന് കയറട്ടെ. ഓക്കെ, ലാവ എടുത്തതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്ന ഓക്കെ പ്ലേസ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ സ്ലാബും കൂടി എടുത്തേക്കാം. സോ നമ്മുടെ സ്ലാബും നമ്മളെടുത്തിട്ടുണ്ട്, നമ്മുടെ സൈൻ ബോർഡും. ഓക്കെ, സ്ലാബും കൂടി ഇങ്ങോട്ട് വെക്കാം. ഓക്കെ,
ഓക്കെ, നോക്കി വെക്കണം, അല്ലെങ്കിൽ ലാവ പോകരുത്. കറക്റ്റാക്കി വെക്കണം. ഓക്കെ, ഇവിടെയും കൂടി. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. നമുക്ക് ഈ ഒരു ബ്ലോക്ക്, ടെമ്പററി ബ്ലോക്ക് പൊട്ടിക്കാം. നമ്മുടെ ഇവിടുത്തെ ബ്ലോക്ക് പൊട്ടിക്കാം. സൈൻ ബോർഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഫാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, ദിസ് ഇസ് വർക്കിംഗ്, പ്രയോർലി വർക്കിംഗ്. സെറ്റാണ് യെസ്. സോ നമ്മളങ്ങനെ അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കോഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 8 കോബിൾഡ് സ്റ്റോൺ. ഓക്കെ, ഇനി ഇവിടെ ഈ ബ്ലോക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ വെക്കാം. ഓക്കെ ഓക്കെ. ബട്ട് കേസ് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട്. സാരില്ല എന്നാണ്. ഈ ബാരലും നമുക്ക് എടുക്കാം. ഈ ബാരലായിരിക്കും നമ്മൾ ഫുള്ള് പണി സാധനങ്ങൾ. ഓക്കെ, നമ്മളെ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യുന്ന ഈ ബാരലിനുള്ളിലായിരിക്കും നമ്മളെ പണിക്കൊട്ട. അല്ല, പണിക്കൊട്ട. ഓക്കെ, എന്തെങ്കിലും ആക്കാം. ഷെൽക്കർ വരുന്നവരെ നമുക്ക് എന്തായാലും ഈ ഒരു സാധനമായിരിക്കും നമ്മുടെ വേർഡായിട്ട്. നമുക്ക് ഇവിടെയും കൂടിയും പൊട്ടിച്ച് ഇവിടെ സൈൻ ബോർഡ് വെക്കണം. ഞാൻ എന്തായാലും പൊട്ടിക്കുന്നില്ല. സൈൻ ബോർഡ് നമുക്ക് ഇനി അവിടെ വെക്കണം. ഓക്കെ, നമ്മൾ ഈ ബ്ലോക്ക് പൊട്ടിച്ച്. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റ്. ഇപ്പോഴാണ് സെറ്റായത്. ഓക്കെ, ഇപ്പോൾ സെറ്റായി. സോ നമുക്കിനി മേളിലേക്ക് സോ ഗൈസ് നൈറ്റ് ആയിട്ടുണ്ട്. നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ 58ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നമുക്കിനി 100ാമത്തെ ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ സീൽ എക്സ്പ്ലൈ മെല്ലെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഓരോ ബിൽഡൊക്കെ ഉണ്ടാക്കി നമുക്ക് സാവധാനം പോകാം. നമ്മളൊരു പെട്ടെന്ന് ഫാസ്റ്റ് നമ്മൾ കണ്ണും പൂട്ടി ഇങ്ങനെ ഓരോ സാധനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി അങ്ങനെ പോകുന്നത് വേണം. നമുക്ക് ഫസ്റ്റ് ബിൽഡ് എക്സ്പ്ലൈയും കൊണ്ട് നമുക്ക് മെല്ലെ പോകാം. എന്ത് തേങ്ങയാണ്! എപ്പോൾ ഈ വേൾഡിൽ മഴയില്ലാത്ത ദിവസങ്ങളില്ല. എപ്പോഴും മഴ വന്നാൽ പുതിയ ഏത് നേരവും മഴ. ഗൈസ്, ഇവിടെ ഫുള്ള് മഴയാണ്. 58 ദിവസത്തിൽ മിക്കവാറും 20 ദിവസമെങ്കിലും മഴ പെയ്തിട്ടുണ്ടാവും. ഫുള്ള് മഴയാണ് ഈ വേൾഡിൽ. കയറിയാൽ മഴ, കയറിയില്ലെങ്കിലും മഴ, ഫുള്ള് മഴ. ഗൈസ്, എന്തായാലും തണ്ടർസ്റ്റോം അല്ല. നമുക്കിനി നമ്മുടെ പെറ്റിനെ തേടി പോകണം. ഓക്കെ, നമ്മുടെ പെറ്റ് നമ്മുടെ പാരറ്റ് ആയിരിക്കും. സോ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് പോവാം. ഗൈസ്, അല്ല, ഇതെന്താ ബാമ്പുവിനാണ് എടുത്തേക്കുന്നത്? ഞാൻ സീഡല്ല എടുത്തേ. സീഡ് ഒരു 8 കരിക്കട്ടെ, ആവശ്യം വരും. ഓക്കെ, സോ പോവാം. സോ ലെറ്റ്സ് ഗോ ഫോർ എക്സ്പ്ലോറിങ്. സോ നമ്മൾ പെറ്റിനെ തേടി നമ്മൾ ജംഗിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഗൈസ്, കുൻഫു പാണ്ട. ഓ മൈ ഗോഡ്, കുൻഫു പാണ്ട. ഓക്കെ, പോയാണിത് ഗൈസ്, കുൻഫു പാണ്ട. ഓക്കെ ഹുസ്. ഓക്കെ, നമുക്കെന്തേലും ഇവിടെ തത്തേനെ പോയിട്ട് ഇവിടെ എന്താണ്? ഇവിടെ ഒന്നുമില്ലല്ലോ ഗൈസ്. ഇവിടെ എന്താ ഒന്നിനും കാണാത്ത? പച്ചതത്ത. ഓ ഗൈസ്, ഓടിക്കോ. ഒരു പല്ലിങ് ഭയങ്കര വലിയ പച്ചതത്തെ. എന്താണത്? ഇത് എവിടുന്നത്? നെയ്റ്റാണോ? ഉള്ള തത്തകളൊക്കെ ഇത് ഇവിടുന്ന് തത്തയില്ല, ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. ഗൈസ്, ഇവിടുന്നാടാ. ഓക്കെ, നമുക്കെന്തായാലും ഇവിടുന്ന് പോവാം. നമുക്കിനി വേറെ സൈഡിൽ ജംഗിളുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് അവിടുന്ന് ചിലപ്പോൾ കിട്ടുമായിരിക്കും. സോ അവിടേക്ക് പോയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും ഇല്ലേ തത്തക്ഷാമം. ഗേസ്, ഒരു പാരറ്റിനെ കാണുന്നില്ല ഗേസ്. ഇവിടെ ഒരു പാരറ്റില്ല. ലെപ്പാടൊക്കെ ഉണ്ട്. ലെപ്പാടെന്നല്ലേ എൻ്റെ പേര്? എനിക്കറിയില്ല, പൂച്ചേനെ പോലെയാണ് എന്തായാലും. ഗേസ്, ഇവിടെ ഒന്നിനെയും കാണുന്നില്ല. ഒരു പാരറ്റ് പോയിട്ട് ഇവിടെ ഒന്നും ഇങ്ങനെ കാണുന്നില്ല. ഗേസ്, ഇതെന്താടാ? ഇവിടെ ഫുള്ള് നമുക്ക് ഒരു തത്തേനെ പോലും കാണുന്നില്ല ഗേസ്. നമുക്കിവിടെ ഞാൻ ഓടി നടന്നൊരു വഴി നോക്കാം ഗൈസ്. ഫൈനലി നമുക്കങ്ങനെ കിട്ടിയിരിക്കുന്ന ഗൈസ് ഒരു തത്ത. ഒരെണ്ണമല്ല, 2 പേരുണ്ട്. നമുക്ക് ഒരെണ്ണത്തിന് ഇതാണ്ട് ഈ ഒരു ബ്ലൂ തത്തേനെ നമുക്ക് പിടിക്കാം. എടാ, ബ്ലൂ തത്ത ഏതാണ്ട് മുകളിലേക്ക് ആകാശത്തേക്ക് പറഞ്ഞു പോകണ്ടോ? താഴോട്ട് പാടാത്ത ആരാടാ? ഓക്കെ ഗൈസ്, ദൈവമേ, ഫസ്റ്റ് സീഡിൽ തന്നെ ദൈവമേ, വെറുതെ ഇട്ടാണ് കൊണ്ടുവന്നു.
സാധാരണ. ഓ ഗേസ് അടുത്ത തത്ത പച്ച തത്ത. ഗേസ് ഓടിക്കോ ഗേസ്. ഈ പുൽച്ചാടീനെ കൊണ്ട് ഭയങ്കര കുഴപ്പമാണല്ലോ. എന്തായാലും നമുക്കെന്തായാലും ഓ ഗേസ് എടാ ശരിയാടാ ജംഗിളിൽ ഡോഗ് ഉണ്ടല്ലേ. ഡോഗല്ലേ ഉൾഫ്. എടാ എന്തായാലും ബോണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ തത്ത മതി. ഓക്കെ നമുക്കിനി നമ്മുടെ ബേസിലേക്ക് പോകാം. സോ ഞാൻ ബേസിലെത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഫൈനലി നമ്മൾ ബേസിലെത്തിയിട്ടുണ്ട്. അതാണ്ട് ഞാൻ ചെറുതായിട്ട് ലോസ്റ്റ് കേസ്. ഞാൻ ഫുള്ള് മരങ്ങൾ പിടിച്ചിട്ട് എവിടേക്കാണ് വഴിയെന്ന് അറിയുന്നില്ല. മഴയാണ്, മനസ്സിലാവുന്നില്ല കേസ്. അതാണ്ട് നമ്മുടെ ചെക്കൻ ദാണ്ട് ഇവിടെയുണ്ട്. നമ്മുടെ ലാമ കേസ്. ഇവനൊരു പേരുമാണ്. ഓക്കെ നമ്മുടെ തത്ത ബാക്കിലല്ലേ കേസ്. അതിന് കാണാനുമില്ല. ഓക്കെ തോളത്തുണ്ട്. താഴോട്ട് ഇടണം. തോളത്തുണ്ട്. ഇനി അതിനെ താഴോട്ട് ഇടലാണ് കേസ് പണി. കേസ് ചെറുതായിട്ട് ലാഗ് അടിക്കുന്നു. ചെറിയ ലാഗ് ഇഷ്യൂ ഉണ്ട് കേസ്. ഓക്കെ നൈറ്റായി. ഓക്കെ രാവിലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവനാണെങ്കിൽ വീഴുന്നില്ലല്ലോ കേസ്. ഇവിടെ തോളത്ത് ഇവനില്ലേ? ഇല്ല കേസ്. ഓ തോളത്തില്ല. ഓക്കെ അങ്ങനെ പറ. എടാ ഇവനെ വേണ്ടടാ. പോയോ? ആ അതെ വരുന്നു. ഓക്കെ ഇവനെ സെറ്റ് ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് അവനെ ഒരു കറക്റ്റ് പ്ലേസിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഇത് ഭയങ്കര മെനക്കെട്ട പണിയാണ്. ഓക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ എല്ലാ കോഴ്സും നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.